നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച യൂട്യൂബർ ചെകുത്താൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ പരാതിയിലായിരുന്നു ചെകുത്താൻ ചാനലുടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അജു അലക്സിനെതിരെ ഭാരതീയ ന്യായ സംഹിത, KP ആക്ട് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. കേസെടുത്ത പിന്നാലെ അജു അലക്സ് ഒളിവിലായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ യൂണിഫോമിൽ സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ അറസ്റ്റിന് തൊട്ടു മുമ്പിട്ട വീഡിയോ ഇങ്ങനെ: ഏറ്റവും വലിയ കുറ്റക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലഡ് നടന്നതിന്റെ കുറ്റം മൊത്തം അവന്റെ തലയിൽ വീഴും. കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. പിന്നെ അതുകൂടാതെ ഇവിടെ നടന്ന പല ഡ്രാമകൾ, ഇപ്പൊ മോഹൻലാൽ വന്ന് കാണിച്ച പരിപാടി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവൻ ചെറുതാ. ഇവൻ ഇവിടെ കിടന്ന് വീഡിയോയിൽ ഇരുന്ന് എന്തോ കാണിച്ചുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. മിലിറ്ററിയുടെ മാനവേഴ്സ് വേസ്റ്റ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ദുരിതം നടക്കുന്നതിന് മുമ്പുള്ള വാർണിംഗ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്തവരെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ അത്രയും പേര് മരിച്ചിട്ടില്ല ഇവൻ കാരണം. ഇവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. വയനാട് ദുരന്തത്തെ കളിയാക്കി സംസാരിച്ചവനെ അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചെകുത്താൻ വീഡിയോ ഇട്ടിരുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ സ്വന്തം അറസ്റ്റാണ് വന്നതെന്നുള്ള രീതിയിലാണ് കമന്റുകൾ വരുന്നത്. നടൻ മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമാ നിരൂപണത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെയും നേരത്തെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു. അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു. മോഹൻലാലിനെ മാത്രമല്ല, അമ്മ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത തനിക്കുണ്ടെന്ന് സിദ്ദീഖ് ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ ചെയ്ത വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അതേറെ വിഷമമുണ്ടാക്കിയെന്നും സിദ്ദീഖ് പറയുകയുണ്ടായി.